അഭിലാഷ് ഇപ്പം നിൽക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മളിത് കാണുമ്പോൾ ഇതിനകത്തുള്ളവർ വിചാരിക്കുന്നത് മാസാണ്, അടിപൊളിയാണ്, സൂപ്പറാണെന്നൊക്കെ. പക്ഷെ ഇത് ശരിക്കും മാസല്ല, ഇത് കുറച്ച് കൂടി പോകുന്നുണ്ട്. അഭിശ്രീയുടെ ദേഷ്യം ഒക്കെ ഫൈൻ, രേണുസുതിയോട് ദേഷ്യപ്പെടാം, അനീഷിനോട് ദേഷ്യപ്പെടാം. പക്ഷെ അത് ഒന്നാമത്തെ കാര്യം നമുക്ക് വ്യക്തമായിട്ട് ഇങ്ങനെ നമുക്കൊന്നും മനസ്സിലാവൂല. ഈ പറയുന്നത് വഴക്ക് കൂടിക്കോട്ടെ തല്ല് കൂടിക്കോട്ടെ അതൊന്നും പ്രശ്നമല്ല. അത് ഒന്നാമത്തെ കാര്യം നമുക്ക് കൺവേ ആവണം. ഇത് കൺവേയും ആവുന്നില്ല, എന്താണ് പറയുന്നതെന്ന് അറിയത്തുമില്ല. എന്തൊക്കെയോ ചാടി 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 തുള്ളി നിൽക്കുവാണ്. ആ സാധനം അങ്ങ് മാറണം, അത് ഭയങ്കര നെഗറ്റീവ് ആവും. മെയിൻ പ്രശ്നം ഇതല്ല, ഷാനവാസിന്റെ വസ്ത്രത്തിനെ കുറിച്ചിട്ടുള്ള കമന്റ് ആണ്. ഷാനവാസ് ഈ പറയുന്നത് പോലെ നമ്മുടെ ജയ്സലിന്റെ വസ്ത്രത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് നോമിനേറ്റ് ചെയ്യുന്നത്. വസ്ത്രത്തിന്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് നോമിനേറ്റ് ചെയ്യുന്നത് വളരെ മോശം കാര്യമാണ്. തമിഴ് സീസൺ 7 ഈ സംഭവം ഞാൻ സെയിം കണ്ടതാണ്. അതേമാതിരിയാണ് ഇപ്പം ഈ പറയുന്ന ഷാനവാസ് പറഞ്ഞിരിക്കുന്നത്. കേരളക്കാരിതിനെ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല, അവളുടെ വസ്ത്രം ശരിയല്ല എന്നുള്ള രീതിക്ക്. ഷാനവാസിന് എന്ത് റൈറ്റ്സ് ആണുള്ളത് ഒരാളുടെ വസ്ത്രം അയാൾ അങ്ങനെയാണ് ധരിക്കേണ്ടത് ഇങ്ങനെയാണ് ധരിക്കേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ട്? അത് ഭയങ്കര വലിയൊരു നെഗറ്റീവ് ഉണ്ടാക്കി സത്യം. കാരണം ഷാനവാസ് എന്ന് പറയുന്ന ഒരു ആക്ടർ, സീരിയലുകളുടെ പൃഥ്വിരാജ് എന്നറിയപ്പെടുന്ന ഒരു ആക്ടർ, ഇത്രയും ഫാൻ ഫോളോയിങ് ഉള്ള ഒരു ആക്ടർ, ഈ പുള്ളിയുടെ അസ്ലി എന്ന റിയൽ ഫേസ് ആണ് ഇപ്പൊ ഇന്നത്തെ ആ ഒരു എപ്പിസോഡിലെ. അത്രയും ഇതാ പറഞ്ഞ നമ്മൾ കഷ്ടപ്പെട്ട് ഒത്തിരി കയറണം, കഷ്ടപ്പെടാൻ വേണ്ടി ഒത്തിരി നമ്മൾ പരിശ്രമിക്കണം. പക്ഷേ ഈ പറഞ്ഞ ചെറിയ നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഒരൊറ്റ വേർഡ് മതി നമ്മളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി. ഇതിപ്പോൾ ഞാനിരുന്ന് പറഞ്ഞില്ലെങ്കിലും ആൾക്കാർക്കറിയാം അത് നെഗറ്റീവാണ് ആ സാധനം. ഒരാളുടെ വസ്ത്രത്തിന് നമ്മൾ ഒരിക്കലും കമൻറ്റ് ചെയ്തുകൊണ്ട് അത് വേറെ ഒന്നുമല്ല നോമിനേഷനിൽ. ഈ പറയുന്നത് പോലെ വസ്ത്രധാരണം അവരവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കേരളക്കാരെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കേരളക്കാരെങ്ങനെ എടുത്തോട്ടെ, അത് ഷാനവാസ് എന്തിനറിയുന്നു? ഷാനവാസിന് കുഴപ്പമുണ്ടെങ്കിൽ എനിക്കത് കുഴപ്പമുണ്ട്, ഞാനൊരു കുലപുരുഷനാണ് എന്ന് തുറന്ന് പറഞ്ഞൂടെ? റിവ്യൂവിനകത്ത് ആരെയും വലിച്ചു കീറുന്നതല്ല. പക്ഷേ ഈ പറയുന്ന സാധനം അത് റിയാക്ട് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമായിരിക്കും നമ്മുടെ റിവ്യൂവിൽ, അല്ലേ? നോമിനേഷൻ ഉണ്ടായിരുന്നു, അറിയാമല്ലോ. തിങ്കളാഴ്ചയാണ് 8 പേർ നോമിനേറ്റഡ് ആയിരിക്കുകയാണ്. അനുമോള്, ഷാരിക, ആര്യൻ കദൂരിയ, രേണുസുതി, നെവിൻ, ജിസൈല്, രഞ്ജിത്ത്, ശൈത്യ, അങ്ങനെ 8 പേര് നോമിനേഷനിൽ വന്നിട്ടുണ്ട്. ഞാൻ 8 പേരുടെയും രണ്ട് പോള് വെച്ച് കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും പോയി പോൾ ചെയ്യുക. അതിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടുന്നവരെ വെച്ച് നമുക്ക് വീണ്ടും നാളെ രണ്ട് പോളിടാം. അങ്ങനെ അവസാനം ഫ്രൈഡേ വരെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പം തന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക തന്നെ ചാനലിലെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് പോവുക, കമ്മ്യൂണിറ്റി പോസ്റ്റ് എടുക്കുക, പോസ്റ്റിൽ പോൾ ചെയ്യുക. 2ലും പോൾ ചെയ്യുക. 8 പേരിൽ ആരാണ് മുന്നേറി പോകുന്നത് നമുക്ക് നോക്കാം. പിന്നെ അനീഷിന്റെ 101 സ്ട്രാറ്റജികളാണ് നമുക്കൊന്ന് കാണാൻ പറ്റിയത്. അത് പുതിയ സ്ട്രാറ്റജികളൊന്നുമല്ല. സീസൺ 2 രജിത് കുമാറിനെ നമ്മൾ കണ്ടു, ഒറ്റയ്ക്കിരിക്കുന്ന രജിത്തിനെ. അതുപോലെ തന്നെ സീസൺ 4 പ്രശ്നമുണ്ടാക്കുന്ന ഒരു റോബിനെ കണ്ടു. അപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു അനീഷ്, എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സ്ചറായ ഒരു അവിയലായ അനീഷാണ്. അനീഷ് ഈസ് ഈക്വൽ ടു രതീഷ് എന്ന് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഇത് രതീഷ് അല്ലടേ. രതീഷ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ രതീഷ് നമ്മളെ ഇരുന്നങ്ങ് വിറപ്പിച്ച് തീർക്കുമെങ്കിലും എന്ത് ചെയ്യുന്നറിയാമോ, എല്ലാം എന്താ നേരെ പറയാനുള്ളത് മുഖത്തടിച്ച് കണക്ക് പറയും. ശബ്ദം പോയി കഴിഞ്ഞാലും പറഞ്ഞു തീർത്തിട്ടേ അവിടെ നിന്ന് പോകത്തുള്ളൂ. ഈ പറയുന്ന അനീഷ് അങ്ങനെയല്ല. അനീഷിൻ്റെ ഒരു സാധനം എനിക്ക് ഇന്നലെ ഇന്നും കണ്ടതെന്ന് മനസ്സിലായത്, അനീഷിൻ്റെ അടുത്ത് ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ ഇത് തന്നെ ഒരു 55 തവണ നമ്മൾ കേൾക്കേണ്ടി വരും. ഇത് തന്നെ എന്താണെങ്കിലും നിങ്ങൾ നാളെ മുതൽ ലൈവ് ശ്രദ്ധിച്ചോ. അനീഷ് എന്തെങ്കിലും പറഞ്ഞ് ആരുടെയും കൂടെ വഴക്കാവുമ്പോൾ അനീഷ് ഒരു ഡയലോഗ് പറയും, അത് ആ സമയം കിട്ടുന്ന ഒരു ഡയലോഗ്. ഇത് തന്നെ ഒരു 150 തവണ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ കേട്ട് നമ്മളെ ചെവി തന്നെ കിളിപാറും. അപ്പോൾ അനീഷിൻ്റെ ആ സാധനം, ഈ പറയുന്ന ഒരാൾ നമുക്കെതിരെ ഒരു ഡയലോഗ് പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്കെതിരെ ഒരു സജഷൻ വെക്കുമ്പോൾ, നമുക്കെതിരെ ഒരു എന്താ പറയുക ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് തിരിച്ച് മറുപടിയാണ് കൊടുക്കാനുള്ളത്. ബാക്കിയുള്ളവരെല്ലാം എന്തിനാടാ ഇങ്ങനെ, എവിടെയാടാ ഇങ്ങനെ, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പം അതെ ചെയ്തു, അങ്ങനെയാണ് ഇങ്ങനെ എന്നെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വെറുപ്പീരാണ്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഉത്തരം മുട്ടുമ്പോഴല്ലേ നമ്മളെ കൊഞ്ഞണം കുത്തുന്നത്. ഇത് ഉള്ള കാര്യമാണ്. ഈ സാധനമാണ് അനീഷിൻ്റെ കേസ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പാനിയുടെ കാര്യമാണ് പറയാനുള്ളത്. എനിക്ക് അപ്പാനി ഇതിൻ്റെ ഇടയിൽ കൂടെ സൈഡ് പിടിച്ച് വന്ന് ഒരു മാസ് പരിപാടി കാണിക്കുന്നില്ലേ എന്നൊരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. ഉറപ്പായിട്ടും അതിനകത്തുനിന്ന് കാണിക്കുന്നുണ്ട് ഇതുപോലെ. കാരണം അപ്പാനി മെയിൻ ഒരു രാജാവായി മാറാനുള്ള എല്ലാ ശ്രമവും കാണുന്നുണ്ട്. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെ ഇൻഡയറക്റ്റ്ലി തനിക്ക് കിട്ടുന്ന സാധനങ്ങൾ
ഒന്ന് അവിടെ ഇരുന്നൊക്കെ ഒന്ന് മൈൻഡ് ഗെയിം ബാക്കിയുള്ളവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ആണി അടിച്ചടിച്ചടിച്ച് കൊടുക്കുന്ന ഒരു സാധനം ഇന്ന് പലയിടത്തും എപ്പിസോഡിലും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്, ലൈവിലും. പിന്നെ രേണുസുതി, എൻ്റെ പൊന്നെ, ഇന്നലെ വരെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന രേണുസുതി ഇന്നത്തെ പീക്കറ്റിൽ മുകളിലാണ് നിൽക്കുന്നത്. കാരണം നമ്മുടെ പോളുകളൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം ഭയങ്കര റെസ്പോൺസാണ് രേണുസുതിക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഇന്നത്തെ ഒരൊറ്റ സാധനം കൊണ്ട്. രേണുസുതിക്ക് സത്യം പറഞ്ഞ് ഇനിയിപ്പോൾ തലവേദന വന്ന് BP കയറിയതാണോ അതോ ഭ്രാന്തളവി കാണിച്ചതാണോ എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. ഞാൻ ഭ്രാന്തളവി കാണിച്ചതെന്ന് പറഞ്ഞാൽ നല്ല കോമഡി സട്ടയർക്കിലായി പറഞ്ഞാണ് കേട്ടോ. അപ്പം എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഇന്ന് അവിടെ നടന്ന ഇൻസിഡൻറ്റ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗം ഉണ്ടായിരിക്കുന്നതും ഏറ്റവും കൂടുതൽ വോട്ട് എനിക്ക് തോന്നുന്നു ഇന്ന് കയറുന്നതും രേണുസുതിക്കായിരിക്കും എന്ന് നിസ്സംശയം പറയാം. കാരണം രേണുസുതി ഒന്നും ചെയ്യാൻ പോവാതെ തന്നെ എല്ലാവരും മണ്ടയിലോട്ട് കയറി വന്നു. ഇതാദ്യമേ ഞാൻ പറഞ്ഞ സാധനമാണ്. എല്ലാവരും കൂടെ അവിടെ പോയിട്ട് എന്ത് ചെയ്യും, രേണുസുതി ആയിരുന്നു ടാർഗറ്റ്. ഇവള് പുറത്തെ നെഗറ്റീവ് അല്ലേ, ഇവളെ 4 പള്ളു പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നു. അങ്ങനല്ല മക്കളെ, നമ്മളൊരു ലിമിറ്റിനപ്പുറം ഒരാൾ എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ അവർ പോസിറ്റീവ് ആകും. അതാണിന്ന് നമ്മൾ അവിടെ കണ്ടത്. അനീഷിന്റെ ക്യാപ്റ്റൻസി കൊള്ളാം കേട്ടോ. ക്യാപ്റ്റൻ ബേസ് എല്ലാ കാര്യങ്ങളും നോക്കി നടന്ന് ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ഓരോരോ കുരു പൊട്ടിക്കലല്ലേ, വേറെ പ്രശ്നമില്ല. പണിപ്പുരയുള്ള നിയമങ്ങൾ വന്നു. ആക്ച്വലി ഈ പണിപ്പുരയുടെ നിയമം അവർ വെച്ച് എന്തിനാണെന്ന് പറയട്ടെ. നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ ഗ്രാൻഡ് ലോഞ്ച് എപ്പിസോഡിൽ തന്നെ ഇവർ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങൾ, അതിനകത്ത് അവരുടെ ഫേവറേറ്റ്, ഇതെല്ലാം ഇവർ പിടിച്ചു വെച്ചിട്ട് ഇപ്പോൾ ടാസ്ക് കളിച്ച് തോക്കുമ്പോഴത്തേക്ക് എന്തായാലും ഇവർക്ക് ഈ സാധനം കിട്ടത്തില്ല. അപ്പോൾ ഇവരുടെ മൈൻഡ് ഫുള്ള് ബ്ലാക്ക് ഔട്ട് ആവുകയും ചെയ്യും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പേഴ്സണലായിട്ട് കൊണ്ടു നടക്കുന്ന സാധനം നമ്മളത് പിടിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇപ്പം നമ്മൾ ഫോൺ എല്ലാവരും യൂസ് ചെയ്യുന്നല്ലേ, നമ്മുടെ ഫോൺ 5 ദിവസം പിടിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്തെടുക്കോ ഇല്ലേ? ഈ സാധനമാണ് സീസൺ 7ന്റെ സ്ട്രാറ്റജി. പണി 7ന്റെ പണി ഇതാണ്. അത് നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ എഴുതി വെച്ചോ. ഇതിനകത്ത് നിന്ന് ഇവരുടെ ഓരോ സാധനങ്ങൾ പിടിച്ച് അകത്ത് വെക്കുമ്പോൾ ഇവർ ഭയങ്കര മെന്റലി സ്ട്രെസ്ഡ് ആവും. നമ്മളത് ഫോൺ പിടിച്ച് വാങ്ങിച്ചു വെച്ചാൽ നമ്മൾ എങ്ങനെ സ്ട്രെസ്ഡ് ആവും, അതേമാതിരി അവരുടെ ഓരോ ഇപ്പം ഗേൾസിൻ്റെ ആണെങ്കിൽ അവരുടെ ലിപ്സ്റ്റിക്ക്, ഹൈലൈറ്റർ അതുപോലത്തെ സാധനങ്ങളില്ലാതെ അവർ ജീവിക്കത്തേ ഇല്ല. അതുപോലെ ജെൻസിൻ്റെ പല സാധനങ്ങളും. അതാണ് ഇന്നത്തെ പ്രൊമോ വന്നപ്പോഴത്തേക്കും ഇവരുടെ ഡ്രസ്സ് മാത്രമല്ല അവിടുത്തെ വിഷയം, അവരുടെ നീഡ് ആവശ്യം മാത്രമല്ല അവിടുത്തെ വിഷയം. അതിനപ്പുറത്തേക്കായിട്ട് ഇവരുടെ ആഗ്രഹങ്ങളുണ്ട്. അതാണ് ഇവർ പെട്ടിക്കകത്ത് കുറേ സാധനങ്ങളായിട്ട് ഇവരുടെ കുറേ തിങ്സ്. ഈ സാധനങ്ങൾ പിടിച്ചു വെക്കുമ്പോൾ മെന്റലി അവർ സ്ട്രെസ്ഡ് ആവും. അതിപ്പം കുറച്ച് ദിവസമൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്യും. അതിനുശേഷം ഒരു 10-20 ദിവസം വരെയും തോറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നവരുടെ കാര്യം ഭയങ്കര കഷ്ടമാവും. കാരണം മെന്റലി നല്ല സ്ട്രെസ് ആവും, അവർ പൊട്ടും. അതിനു വേണ്ടിയാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് തന്നെയാണ് സീസൺ 7ന്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്നാണ്, ബിഗ് ബോസിന്റെ സ്ട്രാറ്റജി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വൈകിപ്പിക്കേണ്ട, നമുക്ക് തുടങ്ങാം. ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ Day 1 ഓഗസ്റ്റ് 4-ാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. ഞാൻ എപ്പിസോഡിൻ്റെ കഥ പറയാനല്ല വന്നത്, ചെറിയൊരു ഔട്ട്ലൈൻ മാത്രം പറഞ്ഞുകൊണ്ട് റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ലൈവ് അപ്ഡേറ്റുകൾ തന്നിട്ടുണ്ട്, അത് കണ്ടിട്ട് വന്ന് ഇത് കാണുക, അല്ലെങ്കിൽ എപ്പിസോഡ് കണ്ടവർ ഇത് കാണുക, എന്നാലേ ഇത് കത്തത്തുള്ളൂ. ഓക്കെ, ഞാൻ പ്ലസും എപ്പിസോഡുകളെ മിക്സ് ചെയ്താൽ പറയുന്നത്, രണ്ടും കൂടി ചേർത്ത് വെച്ച് പറയുന്നില്ല. ഇന്നലെ രാത്രി ഈ പറഞ്ഞതുപോലെ നമ്മുടെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ടാസ്ക് എന്താ, ഈ ബാൻഡ് കൈക്കലാക്കുന്നവർക്ക് പെട്ടി തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാൻഡ് കൈക്കലാക്കി പെട്ടി കൊടുത്തു. പക്ഷേ ഈ പറയുന്ന ഇന്നലെ ഗ്രാൻഡ് ലോഞ്ചിൽ ഈ ഒരു ടാസ്ക് കൊടുത്തിട്ട് ഇന്നിപ്പോൾ നിസ്സാര ഒരു ബാൻഡ് കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഇവരുടെ പെട്ടി വരുത്താൻ വേണ്ടിയിട്ടാണോ എന്നൊരു തോട്ട് എനിക്ക് വരുന്നു. കാരണം ആ ടാസ്കിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ട ഒരു സാധനമാണ്. അതിപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് പേഴ്സണലി അത് ഓക്കെ ആയില്ല. ഇതിന് വേണ്ടിയിട്ടുള്ള അടിപിടികളും രസമെല്ലാം ഫൺ മൊമെൻ്റ് ആയിരുന്നു. ഈ ഫണ്ണിനപ്പുറത്തോട്ട് നമുക്കൊരു സീരിയസ്നെസ് ഇന്നലെ കിട്ടിയില്ല. സത്യം ഇതാണ് ഇന്നലെ രാത്രി നടക്കുന്ന ഒരു സാധനം. രാത്രിയിൽ ഈ ബാൻഡുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയും അതും ഇതും അങ്ങോട്ട് പിടിക്കുന്നു, വലിക്കുന്നു. അത് ആദിലയുടെ നൂറയുടെ കയ്യിൽ കിട്ടുന്നു, അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അടുത്ത ജസേലിൻ്റെ കയ്യിൽ കിട്ടുന്നു, അവിടെ നിന്ന് പിടിച്ച് പറിക്കുന്നു. ഇത് തന്നെ ഷാനവാസിൻ്റെ പിറകെ നടക്കുവാണ് അനീഷ്. അപ്പം എൻ്റെ ദേഹത്തോട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ദേഹത്തോട്ട് കഴിഞ്ഞാൽ എന്നെ അടിക്കുമോ, എനിക്ക് കാണണമല്ലോ. അനീഷ് പിന്നാലെ നടക്കുവാണ്. അങ്ങനെ അവസാനം ഷാനവാസ് ദൂരി ഒണിയലിൻ്റെ കൈ കൊടുക്കുന്നു. അയ്യേ ഇത്രയേ ഉള്ളൂ തറി, എനിക്ക് വേണ്ടടോ, ഇങ്ങനെ കളിച്ചത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അനീഷ് പോകുന്നു. അപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, നമ്മുടെ അനീഷ് അങ്ങനെ പോകുമ്പോഴത്തേക്കും പിന്നെ അത് കണ്ടോണ്ട് അക്ബർ വന്ന് ഈ ഒണിയലിൻ്റെ ഈ സാധനം പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ അവിടെ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ പേരിൽ. വേറെ എനിക്ക് കണ്ടിട്ട് ആ സാധനം ഭയങ്കര ബോറായിട്ടാണ് തോന്നിയത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കൂടി ഒരു നോമിനേഷൻ ഫ്രീ എങ്കിലും അധികം കൊടുക്കാമായിരുന്നു. ഇത് കയ്യിൽ വെച്ചിരിക്കുന്നവർക്ക് ഒരു നോമിനേഷൻ ഫ്രീ എങ്കിലും നമ്മൾ തരും
എന്ന് പറഞ്ഞ സാധനം കൊടുത്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ബിഗ് ബോസ് തന്നെ അവസാനം വിളിച്ചിട്ട് വേണ്ട, നിർത്തിക്കോ നിങ്ങൾ, ഇപ്പൊ തൽക്കാലം ആരെ ഇരിക്കുന്നത്, താക്കോൽ ഇപ്പൊ എവിടെ ഇരിപ്പുണ്ട്, അവിടെ ഇരുന്നോട്ടെ, ഒന്നും തൊടണ്ട എന്നുള്ള രീതിക്ക് പറഞ്ഞു വെച്ചിട്ട് പോയി. നേരം വെളുക്കുന്നു, 11 മണിക്കാണ് പാട്ടിടുന്നത്. ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ ഗതിയറിയാതെ, നമ്മുടെ ബിഗ് ബോസിന്റെ പാട്ടാണ്. എല്ലാവരും രാവിലെ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കാണ് രഞ്ജിത്ത് പറയുന്നത്, എന്നെ എല്ലാവരും രഞ്ജിത്ത് എന്ന് വിളിച്ചാൽ മതി. അപ്പം റെന കേട്ടോണ്ടിരിക്കണം. അപ്പം റെന പറയാണ്, ആ രഞ്ജിത്തേ, പിന്നെ ഇപ്പം ഇങ്ങനെ വിളിച്ചിട്ട് അവസാനം വഴക്കാകുമ്പോഴത്തേക്ക് എന്നെ അങ്ങനെ വിളിക്കല്ലേ എന്ന് പറയരുത് കേട്ടോ. അപ്പം രഞ്ജിത്ത്, ഞാനേ ഒരച്ഛനും ഒരമ്മയ്ക്കും വേണ്ടി ഒരമ്മയ്ക്കും പിറന്നതാ. ആ ഡയലോഗ് ഭയങ്കര മോശമാണ് സത്യം. അങ്ങനൊരു ഡയലോഗ് ഈ പറയുന്ന ഈ മുൻഷി പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. കാരണം മുൻഷി മാത്രമല്ല, ഈ ലോകത്തുള്ള ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഒരു തന്തയ്ക്കും ഒരു തള്ളയ്ക്കും തന്നെ പിറന്നവരാ. ആ സാധനം എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അതിന് പക്ഷേ മറുപടി റെന കൊടുത്തു. റെന എന്താ പറയുന്നത്, നമ്മളൊക്കെ പിന്നെ ഈ 2 എണ്ണം വെച്ചുള്ള ആൾക്കാരാണോ? അപ്പോൾ എന്ത് സരികയൊക്കെ എടുത്തിരിക്കുകയാണ്, എന്ത് അല്ല അച്ഛനും അമ്മയും ഇപ്പം പറയുന്ന കേട്ടില്ലേ, ഒരച്ഛനും ഒരു അമ്മയ്ക്കും ഉണ്ടായത്, നമ്മളൊക്കെ പിന്നെ 2 എണ്ണം 2 ഒന്നിൽ കൂടുതലുള്ളവരാണോ? അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ആ ഡയലോഗ് പ്രസക്തിയില്ല, മനസ്സിലാവും, അതിന് ഭയങ്കര പ്രസക്തിയില്ല. ജനിപ്പിക്കുന്ന അമ്മയെ ചോദ്യം ചെയ്യുന്ന ആ ഒരു ക്വസ്റ്റ്യനാണത്. അത്ര ഭയങ്കര മോശമാണ് ആ സാധനം. അടുത്ത് ലിവിങ് റൂമിൽ ബിഗ് ബോസ് എല്ലാവരെയും വിളിക്കുകയാണ്. ലിവിങ് റൂമിൽ വരുമ്പോൾ തന്നെ മേക്കപ്പ്, ഇവർ ഇന്നലെ രാത്രി ഇവിടെ ഡാസ്ലറിൻ്റെ ഒക്കെ കുറേ കുട്ടികളൊക്കെ വരും. ഈ പെൺകുട്ടിയൊക്കെ ഒന്നും ലിപ്സ്റ്റിക് ഒന്നും വന്നില്ല, ഇവരെല്ലാം ഭാര്യ അടിക്കുന്നുണ്ടായിരുന്നു. ബിഗ് ബോസ് എന്തിനും നിങ്ങൾ അതെല്ലാം എടുത്തു എന്ന് ചോദിക്കുന്നു. അവിടെയാണ് ശൈത്യ പെടുന്നത്, വേറൊന്നുമല്ല. ശൈത്യ പറഞ്ഞു, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളടുത്ത് ആരെടുത്തു അത് എടുക്കരുതെന്ന്, എന്നിട്ടാണ് നിങ്ങളത് എടുത്തത്, ഇപ്പം ഞാനും കൂടെ തേച്ച് ഞാനും കൂടെ കുറ്റക്കാരിയായി എന്നൊരു എക്സ്പ്ലനേഷൻ ബിഗ് ബോസിന് കൊടുത്തു. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ അനീഷ് ഇതിനിടയ്ക്ക് ഓപ്പോസിറ്റായിട്ട് ഇടപെട്ടിട്ട്, നിനക്കത് പറയാനൊരു റൈറ്റ്സും ഇല്ല, കാരണം നീ അത് യൂസ് ചെയ്തു. നീ യൂസ് ചെയ്യാതിരുന്നെങ്കിൽ നിനക്ക് പറയുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞതാണ് എടുക്കരുതെന്ന്. അപ്പോൾ ഇവരാരും കേട്ടില്ല. ഇത് നീ പറഞ്ഞു, ഓക്കെ ഫൈൻ, പക്ഷേ എന്താ പ്രശ്നം, അവരത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നീ യൂസ് ചെയ്തു. അപ്പോൾ എന്ത് ഡിഫറൻസാണ് ഉള്ളത്? ഒരു ഡിഫറൻസും ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ശൈത്യ നെയ്യുണ്ട്, കയ്യിൽ നിന്നല്ല പോയല്ലോ എന്നൊരവസ്ഥ. പക്ഷെ ശൈത്യ ആ ഡയലോഗ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം വേറെ ഒരു സാധനം. ശൈത്യക്ക് നെഗറ്റീവ് അല്ല ഈ സാധനത്തിൽ വന്നിരിക്കുന്നത്, ആലോചിക്കാതെ പറഞ്ഞു പോയതാണ്. എനിക്ക് തോന്നുന്നു 1-2 ദിവസം കഴിയുമ്പോൾ ഈ സാധനം അങ്ങ് ഓക്കെ ആയി വരും. തുടക്കമല്ലേ, കുറേ പേർക്ക് പാഴ്ചകൾ ഉണ്ടാവും, കുറേ പേര് പ്രിപ്പയർഡ് ആയിട്ട് വരുന്നവരത് പാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തോ ആവട്ടെ, വിടാം. അങ്ങനെ ശൈത്യ ബിഗ് ബോസ് സോറി ഞാൻ ശ്രദ്ധിച്ചില്ലെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഷാരിക അതിന് സൂപ്പർ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. എന്താ ബിഗ് ബോസ് നമ്മൾ അറിയാതെ എടുത്തതാണ്, സോറി എന്നൊക്കെ പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് കൊടുക്കുന്നു. ദെൻ ആ വിഷയം അങ്ങ് കഴിയുകയാണ്. ആ വിഷയം കഴിയുമ്പോഴത്തേക്കുമാണ് പിന്നീട് ബിഗ് ബോസ് ബാൻഡ് ഇപ്പോൾ ആരുടെ കയ്യിലാണ് ഉള്ളത്? അത് ജിസൈലിൻ്റെ കയ്യിൽ, ആര്യൻ്റെ കയ്യിൽ, നൂറയുടെ കയ്യിൽ. ഇവരുടെ 3 പേരുടെയും പെട്ടി വരും. പകരം ഷാനവാസിൻ്റെയും ബിന്നിയുടെയും പെട്ടി, അവരുടെ കയ്യിൽ ഇരുന്ന 2 എണ്ണല്ലേ പിടിച്ച് പറിച്ചത്, ആ പെട്ടി തിരിച്ചയക്കാൻ പറയുന്നു. നിങ്ങളുടെ മാത്രം സാധനങ്ങളാണ് തരുന്നത്, അപ്പം സൂക്ഷിച്ചും കണ്ട് ഉപയോഗിക്കാൻ പറയുകയാണ്. അടുത്ത ക്യാപ്റ്റൻസി ടാസ്ക്കാണ് മെയിൻലി വരുന്നത്. ക്യാപ്റ്റൻസി ടാസ്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സരാർത്ഥികൾക്ക് ഒരു വിവരവും ബുദ്ധിയും ബോധവും ഇല്ലെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഒരു സീസണിൻ്റെ ടാഗിലെയും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട പല പല കാര്യങ്ങളും ഉണ്ട്. കഴിഞ്ഞ സീസൺ ആണെങ്കിൽ ഒന്ന് മാറ്റിപ്പിടിച്ചാലോ മീൻസ് നമ്മൾ ഇതുവരെ കണ്ടതുപോലെ അല്ല, ദെയർ ഈസ് സംതിങ് ഡിഫറൻസ്. അത് നമ്മൾ ആദ്യമേ നമുക്ക് മനസ്സിലാക്കണം. മാത്രമല്ല പ്രൊമോയിലും 4 ബെഡ്റൂം കൺസെപ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇത്തവണ 7ന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു പണി, ബിഗ്ഗസ്റ്റ് സംതിങ് ഈസ് കമ്മിങ്. അപ്പോൾ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴും സൂക്ഷിച്ച് വെക്കണം. ആ സീസണിൻ്റെ ടാഗ്ലൈനെ പണി എന്നാണ്. പണി മീൻസ് നമ്മുടെ എന്താ പറയുക, ഗുലുമാൽ ഗുലുമാൽ ഗുലുമാൽ. ഈ സാധനം ഇതിൻ്റെ എൻ്റെയർ തീമാണ്. എന്ത് സാധനം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ശ്രദ്ധിച്ചോ, തല കുത്തനെ പറഞ്ഞാൽ മാത്രമേ ഇവർക്ക് ഈ സീസണിൽ ഇവർക്ക് രക്ഷപ്പെടണോ, ഇവരെന്തോ ചക്ക എന്ന് പറയുമ്പോൾ ചുക്കെന്ന് കേൾക്കണം, എന്നാൽ മാത്രമേ ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അതാണ് ഈ 7ന്റെ പണി. അനീഷ് ക്യാപ്റ്റനായി സുഖമായിട്ടിരുന്നു. എല്ലാവരും കൂടി ഈ ഷേവിങ് ക്രീമും പേപ്പർ പ്ലേറ്റും മുഖത്ത് വെച്ച് തേക്കാൻ പറയുന്നു. ഓരോരുത്തരുടെ പേരും പറഞ്ഞ് മുഖത്ത് വെച്ച് തേക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് അനീഷിൻ്റെ ദേഹത്താണ് എല്ലാവരും കൂടുതലായിട്ട് തേക്കുന്നത്. അവസാനം ബിഗ് ബോസ് ടാസ്ക് ലെറ്റർ വായിച്ചായിരുന്നോ, 7ന്റെ പണിയല്ലേ, ആരായിരിക്കും ക്യാപ്റ്റൻ എന്ന് ചോദിച്ചപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ഇത് അനീഷിന് കൊടുത്ത സാധനമാണെന്ന്. പക്ഷേ നമുക്ക് ബിഗ് ബോസിന് തെറ്റ് പറയാൻ പറ്റത്തില്ല. ബിഗ് ബോസ് സൂപ്പറായിട്ട് കളിച്ചു. കാരണം ഈ പറഞ്ഞ കണക്ക് അവിടെ നിൽക്കുന്ന ഇന്നത്തെ ആ ഡേ നമ്മൾ നോക്കുമ്പോൾ ക്യാപ്റ്റൻസി അനീഷിൻ്റെ കയ്യിലല്ലാതെ വേറെ ആരുടെ കയ്യിൽ നിന്ന് ക്യാപ്റ്റൻസി കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് ഇത്ര അനീഷിൻ്റെ കയ്യിൽ ക്യാപ്റ്റൻസി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇത്രയും കണ്ടന്റ് കിട്ടിയത്, ആണോ? അതേസമയം ആ വീട്ടിൽ ആരുടെ കയ്യിൽ ക്യാപ്റ്റൻസി ആയിരുന്നാലും വീടൊന്ന് ശാന്തമായിട്ട് ഒരു വഴക്ക് വരുന്നു, അത് പോയി സോൾവ് ചെയ്യുന്നു, തീരുന്നു. എന്തെങ്കിലും കുറവ് വരുന്നു, അത് പരിഹരിക്കുന്നു. ബിഗ് ബോസ് അങ്ങനെ അല്ലല്ലോ.
എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും അത് കത്തിക്കയറി അതിൻ്റെ കൊടുമുടി പോയിട്ട് സോൾവ് ചെയ്യുന്നതാണല്ലോ അതിൻ്റെ ഒരു ത്രില്ല്. അത് ഓൾറെഡി എങ്ങനെ. അപ്പം അനീഷിൻ്റെ കയ്യിൽ ഇപ്പോൾ അത് ഉള്ളത് കൊണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് കാണാനെങ്കിലും പറ്റുന്ന അതുകൊണ്ട് അനീഷ് നെഗറ്റീവോ പോസിറ്റീവോ നമുക്ക് കാണാൻ ഇപ്പോൾ കണ്ടന്റ് കിട്ടുന്ന അനീഷിൻ്റെ കയ്യിൽ ക്യാപ്റ്റൻസി ഇരിക്കുന്നുണ്ടാ. 4 ടീമായിട്ട് അനീഷ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഓരോ പ്രശ്നങ്ങൾ പോയി ചോദിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും വീണ്ടും വീണ്ടും അനീഷിനെ എടുത്തിട്ട് കുത്തുന്നു. അനീഷിൻ്റെ കയ്യിലിരിപ്പുണ്ട് തന്നെയാണത്, അതില്ലെന്ന് പറയാൻ പറ്റത്തില്ല. നല്ല കയ്യിലിരിപ്പുണ്ട്. അനീഷ് മനഃപൂർവ്വം എല്ലാം ചൊറഞ്ഞ് വാങ്ങിക്കുന്നതുമാണ്. ഓക്കെ, ദെൻ പിന്നീട് നടക്കുന്ന സാധനം അപ്പാനിയും അനുമോളും സരികയും കൂടി സംസാരിക്കുമ്പോഴാണ് ക്യാപ്റ്റൻ്റെ തെറ്റ് നമ്മൾ ചൂണ്ടിക്കാട്ടണം. ആരാണ് പടം നയിക്കുന്നത്? അപ്പാനി ഇതിനകത്ത് തന്നെ എനിക്ക് മനസ്സിലായ 3-4 ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. മീൻസ് എല്ലാ ഗ്രൂപ്പിൻ്റെയും തലവൻ അപ്പാനി ആവണം. ഇങ്ങനെ ഇവിടെ ഒരു ഗ്രൂപ്പ്, ഇവിടെ ഒരു ഗ്രൂപ്പ്, ഇവിടെ ഒരു ഗ്രൂപ്പ്, ഇവിടെ ഒരു ഗ്രൂപ്പ്, 3 പേര് വെച്ചിട്ടുള്ള ഓരോരോ ഗ്രൂപ്പുകൾ. ഈ എല്ലാ ഗ്രൂപ്പുകളിലും പോയി നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്യണം, അവിടെ ഇത് ചെയ്യണം, നമ്മളിവിടെ ഈ അഭിപ്രായം പറയണം. ഇത് ബാക്കിയുള്ളവരിലേക്ക് ഒരു ഇൻഫ്ലുവൻസിങ് കൊടുക്കുവാണ്. അത് അപ്പാനിയുടെ ഗെയിമാണ്. പക്ഷേ അപ്പാനി ഈ കൊടുക്കുന്ന സാധനം ഇവരെന്തുകൊണ്ട് തിരിച്ചു ചോദിക്കുന്നില്ല എന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ബാക്കി കണ്ടസ്റ്റൻസ് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുവാണ്. അപ്പാനിയുടെ കഴിവാണത്. അതുകൊണ്ട് അപ്പാനിയുടെ ആ കഴിവ് വെച്ച് ക്യാപ്റ്റൻ്റെ തെറ്റ് നമ്മൾ ഓരോന്നായിട്ട് ചൂണ്ടിക്കാണിക്കണം. കാരണം നമുക്ക് നല്ലതുപോലെ അറിയാനുള്ള കഴിവുമില്ല, വിവരമില്ല, ബുദ്ധിയില്ല. അപ്പം നമുക്ക് എന്തായാലും ആ സാധനം തുറന്ന് കാട്ടണം എന്നുള്ള ഒരു സാധനമാണ് ഇന്ന് അപ്പാനി പറയുന്നത്. ദെൻ രേണു, അഭിശ്രീ, റെന ഇവർ 3 പേരോട് ഇരിക്കുന്ന സമയത്താണ് രേണു പറയുന്നത് ക്യാമറയുടെ മുമ്പിലൊന്നും അഭിനയിക്കാൻ പറ്റത്തില്ല കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞാൽ എന്നൊക്കെ പറയുന്നു. ദെൻ ബിഗ് ബോസിൻ്റെ പണിപ്പുരയുടെ റൂളുകളും നിയമങ്ങളും. ഈ റൂളുകളും നിയമങ്ങളും നിങ്ങൾ ഓൾറെഡി എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും. ഈ റൂൾസും നിയമങ്ങളും ഫോളോ അപ്പ് ചെയ്തവർ പോയി കഴിഞ്ഞാലും ഇതിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. എനിക്കത് കേട്ടിട്ടും അതിൻ്റെ കുറച്ച് റൂളും നിയമവും ചിട്ടയൊക്കെ വേറെ ഒന്നുമില്ലല്ലോ. നമ്മളെന്തെങ്കിലും പോയിന്റുകൾ കളിക്കുക, അതിനകത്തേക്ക് കയറുക, ഈ സാധനം പറക്കി എടുത്തുകൊണ്ട് പുറത്തോട്ട് വരിക, സൂക്ഷിച്ച് കളിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഇത് വേറെ 10-13 ഇങ്ങനെ നിരത്തി അടുക്കി പറയുന്നുണ്ട്. അതിൻ്റെ ഒരു കാര്യവും തോന്നുന്നില്ല. പക്ഷേ ഗുമ്മാണ് നമ്മൾ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. എപ്പിസോഡിൽ വരുമ്പോൾ അതിൻ്റെ 7 അയലത്തോട്ട് പോലും ഇല്ല. അത് വേറെ കാര്യം. അപ്പോഴാണ് അനീഷ് ഒരു സാധനം ഇറക്കി വിടുന്നത്. റെസ്പെക്റ്റ് തന്നു കഴിഞ്ഞാൽ മാത്രമേ റെസ്പെക്റ്റ് തിരിച്ച് ഞാൻ തരത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഞാൻ കൊടുക്കുന്ന സാധനം എനിക്ക് തിരിച്ച് കിട്ടിയേ പറ്റത്തുള്ളൂ. പിന്നെയാണ് നോമിനേഷൻ വരുന്നത്. അനുമോൾ 2 വോട്ട്, ശാരിക 2 വോട്ട്, ആര്യൻ 3 വോട്ട്, രേണു 4 വോട്ട്, നെവിൻ 4 വോട്ട്, ജിസേൽ 4 വോട്ട്, രഞ്ജിത്ത് 5 വോട്ട്, ഷൈപ്യ 8 വോട്ട്. അനുമോൾക്ക് കിട്ടുന്ന 2 വോട്ട് ഈ പറയുന്നത് പോലെ അനുമോൾ ക്യൂട്ട്നെസ് കാണിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞിട്ടും, അതുപോലെ തന്നെ അനുമോളുടെ ആ ഒരു ജിമ്മിലെ ഇഷ്യൂസും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അനുമോൾക്ക് കിട്ടുന്ന ആ ഒരു 2 വോട്ട്. പിന്നീട് വരുന്നത് അനുമോളുടെ നിസാര കേസിനാണ് അനുമോൾക്ക് ആ വോട്ട് വരുന്നത്. അതെനിക്ക് അനുമോൾക്ക് വന്ന വോട്ട് എനിക്ക് ഫെയർ ആയിട്ട് തോന്നിയില്ല. ശാരികയ്ക്ക് വന്ന വോട്ടും എനിക്കത് ഫെയർ ആയിട്ട് തോന്നുന്നില്ല. 2 വോട്ടുകൾ ചുമ്മാ ഓരോ കാര്യം പറഞ്ഞ് ഇവരിട്ട് കുത്തുന്ന കണക്ക് തോന്നി. ആര്യന് കിട്ടിയ 3 വോട്ട് അത് കണക്കിന് കിട്ടിയത് തന്നെയാണ്. ആര്യന് കിട്ടിയത് കണക്കിന് കിട്ടിയതാണ്. രേണുവിന് കിട്ടിയതും ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ, രേണു പക്ഷേ സോഷ്യൽ മീഡിയയിൽ സാധാരണ പ്രതികരിക്കുന്ന രേണുവിനെ അല്ല ഇന്ന് നമ്മൾ ഇവിടെ കണ്ടത്. അത് വേറെ കാര്യം, കാരണം മിണ്ടാതെ ഇരിക്കുന്നതാണ്, ആരോടൊന്നും മിണ്ടുന്നൊന്നുമില്ല. പക്ഷേ രേണുവിന് കിട്ടിയതും ഓക്കെ ഫൈൻ, 4 വോട്ട് കിട്ടി. നെവിന് കിട്ടിയത് കണക്ക് വോട്ടാണ്. കാരണം നെവിൻ അവിടെ ആക്റ്റീവ് അല്ല. ആക്റ്റീവ് അല്ല നെവിൻ. ആ 4 വോട്ടും നെവിന് കിട്ടാനുള്ളത് തന്നെയാണ്. അതുപോലെ ജിസൈലിൻ്റെ കേസിലും 4 വോട്ട് ജിസൈലിനും കിട്ടി. ഈ 4 വോട്ടിൽ ഒരെണ്ണം ഷാനവാസാണ് കൊടുത്തത്. അപ്പോഴാണ് ഷാനവാസ് പറഞ്ഞത് എന്ത്, ജിസൈലിൻ്റെ വസ്ത്രധാരണം അവരുടെ സ്വാതന്ത്ര്യമാണ്, പക്ഷേ കേരള ജനത എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല, ആശങ്കയുണ്ട്, അതുകൊണ്ട് ഞാൻ ജിസൈലിനെ നോമിനേറ്റ് ചെയ്യുന്നു. കേരളത്തിലെ ആൾക്കാരൊന്നും ജിസൈലിനെ ഒന്നും പറയാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ജിസൈലിനെ ഞാൻ തന്നെ ഇമാതിരി വൃത്തികേടുകളും വിവരക്കേടും പറഞ്ഞ് ഇവിടെ നിന്ന് ഔട്ടാക്കാം. അപ്പം എന്ത് ചെയ്യും, ആൾക്കാർ പിന്നെ ഒന്നും പറയത്തില്ലല്ലോ. രഞ്ജിത്തിന് 5 വോട്ട് കിട്ടുന്നു. കോമഡി പറഞ്ഞ് നിൽക്കുന്നു, അല്ലെങ്കിൽ ബിഗ് ബോസ് വഴക്കാണെന്ന് പറഞ്ഞ് നിൽക്കുന്നു, അല്ലെങ്കിൽ ബിഗ് ബോസ് ഒരു സീരിയസ്നെസ് ഇല്ല. പക്ഷേ എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് മനസ്സിലായത് രഞ്ജിത്തിൻ്റെ മനസ്സിനകത്ത് ഒരു ഗെയിം ഉണ്ട്. ഇയാൾക്ക് കറക്റ്റ് ഗെയിം കളിക്കാനും പറയും. ഇയാൾ ഇടയ്ക്കിടയ്ക്കിരുന്ന് ഞാൻ രാവിലെ ലൈവ് കണ്ടപ്പോഴത്തേക്കും ഇവർ ഉറക്കം എഴുന്നേറ്റപ്പം ഞാൻ കണ്ടതാണ്. ഞാൻ ഇവർ കിടക്കുമ്പോൾ ഞാൻ കിടന്നുറങ്ങി, ഇവർ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേക്കും, അങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രഞ്ജിത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് വീണ്ടും പോയി ഉറങ്ങിയാൽ ശരിയാവില്ല, എന്തെങ്കിലും ചെയ്യണം. കാരണം ഇയാൾക്ക് കാര്യം അറിയാതെ അയാൾ അങ്ങനെ പറയുമോ? ഞാനൊന്ന് ചോദിക്കട്ടെ, കാര്യം അറിയാത്ത ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടില്ല, കാര്യമുണ്ടോ? ഇപ്പം രഞ്ജിത്തിന് കറക്റ്റായി എന്ത് കരുക്കൾ എവിടെ നീക്കണമെന്ന് അറിയാം. പക്ഷേ ഈ പൾസ് പ്രേക്ഷകർ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ രഞ്ജിത്തിന് വോട്ടായിട്ട് കിട്ടത്തുള്ളൂ. ഇന്ന് ഞാൻ ഇപ്പം ഞാൻ രഞ്ജിത്തിൻ്റെ കുറ്റം ഇതിനകത്ത് പറഞ്ഞെങ്കിലും അതുപോലെ തന്നെ രഞ്ജിത്തിൻ്റെ കുറേ നല്ല ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും
കുറേ സാധനങ്ങൾ മെച്യൂരിറ്റിയോടെ പറയുന്നതും ഗെയിം വൈസ് പറയുന്നതും കുറേ സാധനങ്ങൾ എനിക്ക് പേഴ്സണലി കാണാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് രഞ്ജിത്തിന് പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. രഞ്ജിത്ത് ഇപ്പോൾ ഇന്ന് വരെ ഇവിടെ കുറേ ഫൺ ടാസ്കുകൾ കളിച്ചപ്പോൾ പോലും പണ്ടൊരു 90s 70s മൂവിയുടെ പേര് പറഞ്ഞ് കളിച്ചപ്പോൾ അങ്ങനത്തെ പേരാ. അപ്പോൾ ഈ ഒരു ജനറേഷൻ ഒരു 2025 വരാതെ കുറച്ച് പിറകിലേക്ക് സ്റ്റെപ്പ് ചെയ്ത് നിന്നുകൊണ്ടാണ് രഞ്ജിത്ത് ഓരോ അഭിപ്രായങ്ങൾ പറയുന്നത്. അപ്പോൾ അഭിപ്രായത്തിൽ കുറേ ഡിഫറൻസസ് ഉണ്ടെങ്കിലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം 2007 തുടങ്ങി അതേ സ്ട്രാറ്റജി ഇന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓടും. അത് വേറെ കാര്യം. ആ സാധനം രഞ്ജിത്തിന് അറിയാം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇനി അടുത്ത വിഷയം, ശൈത്യയിടയ്ക്ക് കിട്ടിയ 8 വോട്ടും ലിപ്സ്റ്റിക്കിൻ്റെ കേസിലും ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞുള്ള കേസിലാണ്. ലിപ്സ്റ്റിക്കിൻ്റെ കേസ് എടുത്ത് പറയേണ്ട ആവശ്യം ഈ പറഞ്ഞ നിലപാട് 2 പറഞ്ഞു അല്ലെങ്കിൽ സ്വന്തമായിട്ട് സേഫ് ആക്കാൻ നോക്കി എന്നൊരു സാധനമായിരിക്കും. പിന്നെ അതുപോലെ സേഫ് പ്ലേ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നു എന്നുള്ള മിണ്ടാതെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. മിണ്ടാതെ തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് നോക്കാം അനങ്ങുമെന്നുള്ളത്. അതുകൊണ്ട് ആ വോട്ടും അർഹതപ്പെട്ട വോട്ടുകൾ തന്നെയാണ്. ദെൻ പിന്നീട് നടക്കുന്ന പ്രധാന വിഷയമാണ് തലവേദനയുടെ പേരിലുള്ള വഴക്ക്. തലവേദനയുടെ പേരിലുള്ള വഴക്ക് വേറൊന്നുമല്ല. ഈ പറയുന്ന രേണുസുതിക്ക് തലവേദന എടുത്തിരിക്കുന്നതുകൊണ്ട് അനീഷ് എന്ത് ചെയ്യുന്നില്ല, രേണുസുതിയുടെ തലവേദന എടുത്ത കാര്യം മാത്രം ക്യാമറയോട് പറഞ്ഞിട്ട് കുറച്ച് നേരം മുന്നേ ഷാനവാസ് തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഇഗ്നോർ ചെയ്തു. ഈ സാധനം കുറച്ച് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഈ അഭിശ്രീ ശൈത്യ എടുത്ത് പറയണു അവൾക്ക് ഒരു കുരുവും ഇല്ല. ഇവൻ എന്തിനാണ് അവളടുത്ത് ചോദിക്കുന്നത്? ഷാനവാസിന് കൊടുക്കാത്ത പ്രിവിലേജ് എന്തിന് രേണുസുതിക്ക് കൊടുക്കുന്നു? അപ്പോൾ രേണുവിലെ നടന്നു പോകുമ്പോൾ നിനക്ക് തലവേദന ഇല്ല എന്ന് ചോദിച്ചുകൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് രേണുവിൻ്റെ മണ്ടേ കയറുവാണ്. രേണു തിരിച്ച് നല്ല രീതിക്ക് അലയ്ക്കുന്നുണ്ട്. നല്ല ചന്ത അലപ്പാണ് രണ്ടുപേരും. സത്യം ചന്തയിലൊക്കെ വഴക്കൊക്കെ കൂടുന്നുണ്ട്. അതേമാതിരി കാരണം രേണു പൊട്ടിക്കുന്നുണ്ട് അങ്ങോട്ട്, അഭിശ്രീയും പൊട്ടിക്കുന്നുണ്ട്. പക്ഷെ രേണു പൊട്ടിക്കുന്നത് കേൾക്കാം കേട്ടോ, ഒത്തിരി നന്നായിട്ട് നമുക്ക് കേൾക്കാം. അഭിശ്രീ പൊട്ടിക്കുന്നത് ചാടി നിൽക്കുന്നുണ്ട്. മൊത്തം കൺഫ്യൂഷനാണ്. ഇത് എന്താ പറയുന്നേ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് നമ്മൾ. ഇതിൻ്റെ ഇടയിൽ കൂടി അപ്പാനി ഇങ്ങനെ നുഴഞ്ഞു വന്നു. അപ്പാനിയും കൊടുത്തു. രേണുവിനിട്ട് 4. രേണു വിട്ട് കൊടുക്കുവോ? സോഷ്യൽ മീഡിയക്കകത്തുള്ളവരെ രേണു ഇത്രയും ഈ 1.5 കോടി ജനങ്ങളുടെ മുന്നിൽ നെഗറ്റീവ് അടിച്ചിട്ട് രേണു ധൈര്യമായിട്ട് നിൽക്കുന്നത്. പിന്നെയാണ് ഇനി അതിനകത്ത് 18 പേരെന്ന് രേണു കരുതിയിട്ടുണ്ടാവാം. രേണു തിരിച്ച് അങ്ങോട്ടും പറഞ്ഞ് ഇങ്ങോട്ടും പറഞ്ഞ്. ഇതിൻ്റെ ഇടയിൽ കൂടി ഷാനവാസും അനീഷും കൂടെ വഴക്ക്. എൻ്റെ പേര് നീ വയ്യാതെ, എനിക്ക് വയ്യാത്തത് നീ പറഞ്ഞില്ല, അവൾക്ക് വയ്യാത്തത് മാത്രമേ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് അനീഷിന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് പിന്നെ അതേ ഡയലോഗ് തന്നെ 50 തവണ തിരിച്ച് പറഞ്ഞിട്ട് വീട് ചുറ്റി നടക്കും. അത് അനീഷിൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പം തന്നെ നമുക്കും ഇതുപോലെ ചുറ്റി നടക്കാൻ അറിയാം അനീഷ് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനെ ഇമിറ്റേറ്റ് ചെയ്ത് അനീഷിൻ്റെ വാക്കിംഗ് സ്റ്റൈൽ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഫെമിനിറ്റി ഉണ്ട് അനീഷിൻ്റെ വാക്കിംഗ്. അത് ഞാൻ മോശമായിട്ട് പറഞ്ഞതല്ല. അപ്പോൾ ഈ സാധനത്തിനെ കളിയാക്കി ഷാനവാസ് അവിടെ കാണിച്ചു. അതും ഭയങ്കര മോശമാണ്. ഒരാളുടെ വാക്കിംഗ് സ്റ്റൈല് നമ്മൾ ഈ പറയുന്ന പോലെ സട്ടേറിക്കലി ചെയ്യാം. അതവിടെ ഭയങ്കര കളിയാക്കിക്കൊണ്ട് ഭയങ്കര മോശമുള്ള ലെവലിലാണ് ഷാനവാസ് അവിടെ പോർട്രേറ്റ് ചെയ്തത്. അത് ബാക്കിയുള്ളവർ കൈയടിച്ചിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി ഈ സംഭവത്തിന് ശേഷം അനീഷും ഷാനവാസും കൂടെ ഇരുന്നത് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. അനീഷും അഭിശ്രീയും കൂടെ പെരും വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കിൻ്റെ കൊടുമുടിയാണ്. വിഷയം രേണുസുതി തന്നെയാണ്. രേണുസുതിക്ക് മാത്രം പ്രിവിലേജ് കൊടുത്തു, ഷാനവാസിന് കൊടുത്തില്ല. മെയിൻലി ഇതിനകത്ത് ഇപ്പം നടക്കുന്നത് അപ്പാനി, ഷാനവാസ്, അഭിശ്രീ ഇവർ 3 പേരും കൂടെ നിന്ന് അനീഷിനെ പൂട്ടാനാണ് ഇവരുടെ പ്ലാൻ. ഇവർ 3 പേരുടെ നല്ല രീതിക്ക് അനീഷിനെ പൂട്ടാൻ തോന്നുന്നുണ്ട്. പക്ഷെ അനീഷിൻ്റെ ഒരു പ്രശ്നം, അനീഷ് പറയുന്ന സാധനം 50 തവണ പറയുന്നു. ഇത് 50 തവണ പറയാതെ ഇവർ പറയുന്നതിന് മറുപടി കൊടുത്ത് നിന്നിട്ട് ഇത് കൊടുത്തുകൊണ്ട് നിൽക്കുക. അവർ പറയുമ്പോൾ തന്നെ അനീഷ് തിരിച്ചു കൊടുക്കുക. അനീഷ് ഇത് ഒരു മറുപടി 50 തവണ പറയും. എന്നിട്ട് ആ വീട് മൊത്തം കറങ്ങി നടക്കുമ്പോൾ അനീഷിനാണ് അവിടെ നെഗറ്റീവ്. കാരണം ഇവൻ്റെ വായിലൊന്നുമില്ല, പറയാൻ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുന്നു, മിണ്ടാതിരിക്കുന്നു, അങ്ങനെയുള്ള സാധനം വരും. ഇത് വരാതിരിക്കണമെങ്കിൽ അവർ ചോദിക്കുന്നതിന് തിരിച്ച് നല്ല നാൾ തെറി വിളി, അല്ലെങ്കിൽ നല്ല നാൾ വർത്താനം പറ. തീർന്നില്ലേ പ്രശ്നം? അത് അനീഷ് നോക്കിക്കഴിഞ്ഞാൽ അനീഷിന് മുന്നോട്ട് പോകാൻ പറ്റും. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഉള്ളത്. പിന്നെ രേണുസുതി രാത്രി പറയുന്നുണ്ട് ഞാൻ പുഷ്പൽ ഫ്ലവർ അല്ലടാ ഫയർ ആടാന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് മെയിൻ എപ്പിസോഡിനകത്തുള്ള സാധനം. പിന്നീട് വീണ്ടും രാത്രിയിൽ എന്താ പറയുക, ബാത്റൂമിനകത്ത് വെച്ചൊരു വിഷയം ഉണ്ടാകുന്നുണ്ട്. ഒരു ജട്ടി കേസാണ്. അത് ഞാൻ ലൈവിലും പറഞ്ഞില്ല, എപ്പിസോഡ് തുടങ്ങാൻ നേരം ആയതുകൊണ്ട് എപ്പിസോഡിൻ്റെ പിറകെ പോയി. എപ്പിസോഡിലും ആ സാധനം കാണിച്ചിട്ടില്ല. ജട്ടി കൊണ്ട് ബാത്റൂമിൽ ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട്
അങ്ങോട്ട് പോയിട്ടുള്ള ഒരു ചെറിയ ഉരസലാണ്. ഭയങ്കര വലിയ പ്രശ്നമൊന്നുമില്ല, എല്ലാ സീസണുകളിലും ഉള്ളതാണ് ഈ ചട്ടി പ്രശ്നവും ക്ലോസറ്റിൻ്റെ മുകളിൽ മൂത്രത്തുള്ളി വീണു ആണുങ്ങൾ പോയി നിന്ന് മൂത്രം ഒഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള കേസുകൾ ഇതവിടെ നടക്കുന്നുണ്ട്. ഇത് വലിയ രീതിയിൽ പ്രശ്നമൊന്നും ആയില്ല, ഒരു ചെറിയ നിസാര രീതിയിൽ അങ്ങ് ഉടക്കി പോയെന്നേ ഉള്ളൂ. കാരണം ഇന്ന് ഇതിനേക്കാളും വലിയ വിഷയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നിന്നും രാത്രി ഇവരുടെ ചർച്ചയുണ്ട്. അപ്പാനി അതുപോലെ തന്നെ ഒരു കൂട്ടം ഇങ്ങനെ അതിനകത്ത് അപ്പാനി പറയാണ് അവിടെ ആദില നൂറയുണ്ട്. അപ്പോൾ ആര് ടാസ്ക് കളിച്ച് ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ഷർട്ട് മുണ്ട് എടുത്ത് തരണം എന്ന് പറഞ്ഞിട്ട് അവിടെയും അപ്പോൾ ആദില പറയണം നമ്മൾ 2 പേര് 2 കണ്ടസ്റ്റൻ്റ് അല്ല, ഒറ്റ കണ്ടസ്റ്റൻ്റാണ്. അപ്പോൾ ഇതിനകത്ത് കയറാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ കുറേ കൂടി സാധനം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അക്ബർ പറയാണ് വീണ്ടും അനീഷിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇവിടെ വരുന്നത്. അപ്പം അനീഷ് ഇന്നലെ ഇവിടെ വന്നിട്ട് ആർക്കും ഷേക്ക് ഹാൻഡ് തന്നിട്ടില്ല. അപ്പോൾ അനീഷ് എന്തുകൊണ്ട് അവൻ കരുതി കൂട്ടി തന്നെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അനീഷിനെതിരെ ഒരു ഗ്രൂപ്പാണ് ഫോം ആവുന്നത്. അത് ഇന്ന് രാത്രി നമുക്ക് പക്കാ ക്ലിയർ ആവും, അനീഷിനെതിരെ ഗ്രൂപ്പ് ഫോം ആവുന്നത്. അപ്പോൾ അപ്പാനി പറഞ്ഞു എൻ്റെ മുഖത്ത് നോക്കി അനീഷ് സംസാരിക്കില്ല, കാരണം അനീഷിന് എന്നെ പേടിയാണ്. അപ്പം അക്ബറും ഷാനവാസൊക്കെ അവ എല്ലാവരുടെ അടുത്തും അങ്ങനെ എന്നെ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഇത്രയാണ് എപ്പിസോഡുള്ള മെയിൻ സംഭവം. പക്ഷേ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ എന്നാൽ എല്ലാ സാധനങ്ങളും പക്ക റിവ്യൂ പറയും പോലെ അവിടെ ഇരുന്ന് വീക്ഷിക്കുന്ന ഒരാളുണ്ട്, ബിന്നി സെബാസ്റ്റ്യൻ. ബിന്നി എല്ലാം കറക്റ്റായിട്ട് വീക്ഷിക്കുന്നുണ്ട്, അനീഷിനെതിരെ ഇരുന്നുള്ള പ്ലാനുകൾ മെനയുന്നുണ്ട്, കൂടെ ഇരുന്ന് പറയുന്നുണ്ട്, പിന്നെ ഓരോരുത്തരുടെ ഇടയിൽ കറക്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. കറക്റ്റ് വന്ന് ചിലരുണ്ടല്ലോ ഈ അടി ഉണ്ടാകുമ്പോൾ അങ്ങ് മാറി അവരുടെ തുരിതുര പാട്ടിന് പോകും. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന സംഭവം. പ്ലസ്സിലും എപ്പിസോഡിനൊക്കെ ആയിട്ട് നടന്ന സാധനം. ഞാൻ ഇനി ഒരു ചെറിയൊരു ടോപ്പിക് കൂടെ ഉണ്ട്. ജിസേല്, ആദില, റെന ഇവർ രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിസേല് പറയുകയാണ് എനിക്ക് ഇതുപോലെ സാരി ഒന്നും എടുത്ത് നടക്കാൻ പറ്റത്തില്ല. ഡ്രസ്സിൻ്റെ കേസിൽ നോമിനേറ്റ് ചെയ്ത കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദില പറയാണ് ആരാ പറഞ്ഞത്? അത് ഷാരികയാണ്. ഷാരികയല്ലല്ലോ, സരികയാണ് പറഞ്ഞത് എന്നുള്ള കാര്യം ഇവർ പറഞ്ഞു. അതായത് മീൻസ് നിനക്ക് നല്ല ഡ്രസ്സ് ഇട്ടൂടെ എന്നുള്ള രീതിയിലൊരു ടോക്ക് അവിടെ വന്നു. അപ്പോൾ ആദില പറഞ്ഞു ഇടുന്നൊരു ഇടട്ടെ, ഇല്ലാത്തൊരു ഇടട്ടെ, ഇതൊക്കെ ആരാ ചോദിക്കാൻ വരുന്നത്, എന്തിനാ ചോദിക്കാൻ വരുന്നത് എന്നൊരു സാധനമാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ പറയാനുള്ള റിവ്യൂ. ഞാൻ കഴിഞ്ഞ വർഷം റിവ്യൂ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ അല്ല ഇപ്പോൾ പറഞ്ഞത്. എനിക്ക് കഥയെല്ലാം പറഞ്ഞു തന്ന് റിവ്യൂ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറാവും. സോ എപ്പിസോഡ് കണ്ടവർ വന്ന് റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് റിവ്യൂ ആണെന്ന് ഫീൽ ചെയ്യും. മറ്റത് ഈ കഥ പറയും പോലെ ഇരുന്ന് കഥയും പറഞ്ഞ് റിവ്യൂ പറയുമ്പോൾ നിങ്ങൾക്ക് സാധനം ക്ലാഷ് ആവും. ലൈവ് അപ്ഡേറ്റിൽ നമ്മൾ ഫുൾ കഥയും പറയുന്നുണ്ട്, നിങ്ങളത് കാണുന്നതാണ്. ലൈവിൽ നമ്മൾ എല്ലാ കഥയും വളരെ ഡീറ്റെയിൽ ആയിട്ട് 1.5 മണിക്കൂർ പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ എപ്പിസോഡിൽ അത്രയും ഡീറ്റെയിലിൻ്റെ ആവശ്യമില്ല. എപ്പിസോഡിൽ നടന്ന സാധനങ്ങൾ എന്തെങ്കിലും ലൈവിൽ ഇല്ലാത്ത വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ബാക്കി റിവ്യൂ എന്താണ് റിവ്യൂ എന്ന് വെച്ചാൽ ഇതാണ് റിവ്യൂ. ഇതെൻ്റെ ഒപ്പീനിയനാണ്. ഇനി നിങ്ങൾ പോയി വോട്ട് ചെയ്യുക. നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് ഫസ്റ്റ് ദിവസം ഫേവറേറ്റ് ആയി കാണൂല, എന്നാലും കൊള്ളാം എന്ന് തോന്നിയ ഗെയിം കളിക്കുന്ന ആർക്കെങ്കിലും പോയി വോട്ട് കൊടുക്കുക, അത്ര മാത്രമേ പറയാനുള്ളൂ. പിന്നെ കമ്മ്യൂണിറ്റിയിൽ പോൾ ഇട്ടിട്ടുണ്ട്, മറക്കരുത്. 2 പോൾ ഇട്ടിട്ടുണ്ട്. 2 പോളിലും പോയിട്ട് നോമിനേഷനുള്ള 8 പേരെ ഇട്ടിട്ടുണ്ട്, പോയി വോട്ട് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നാളത്തെ ലൈവ് അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഇന്ന് രാത്രിയിലത്തെ ലൈവ് അപ്ഡേറ്റ് ഞാൻ മൊത്തം ലൈവിൽ കണ്ടിട്ട് എന്താണെന്നുള്ളത് മോർണിംഗ് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട്. അപ്പോൾ അതുവരേക്കും ബൈ.